നാട്ടുമ്പുറത്തെ ഒരു സ്പെഷ്യൽ കറിയാണ് ചക്കക്കുരു തോരൻ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഇതേ രീതിയിൽ തോല് കളഞ്ഞെടുക്കണം. എന്നിട്ട് ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അതിന് ചേർക്കേണ്ട സാധനങ്ങൾ: തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇതൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്ത് കഴുകിയെടുത്ത ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുരുമുളക്, ഉപ്പ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. സ്റ്റൗവിൽ വെച്ച് വേവിക്കാം. മൂടി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. തിളയ്ക്കാൻ തുടങ്ങി നിന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. മൂടി കൊടുക്കുക. ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി വേവാറായി. എണ്ണയൊന്നും അല്പം പോലും ചേർക്കാത്ത ചക്കക്കുരു തോരനും കൂടെ റെഡിയായിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി വെന്തു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. കറി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലെ ഗുണങ്ങൾ വളരെ ഗുണങ്ങളുള്ളതാണ്. ഈ ജിമ്മിൽ പോകുന്നവർക്കും പേശിബലം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന നല്ലൊരു കറിയാണ് ചക്കക്കുരു. അതുകൂടാതെ ഇതിനകത്ത് പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്, അയൺ ഉണ്ട്, ഫൈബറുകളുണ്ട്. എല്ലാം കൊണ്ടും ഇത് നല്ലൊരു കറിയാണ്. അപ്പോൾ സാധിക്കുന്നവരേക്ക് ഇതിടയ്ക്ക് വച്ച് നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ സീസൺ ആയിക്കഴിഞ്ഞാൽ ചക്കക്കുരു ധാരാളം കിട്ടും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയില്ലേ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.